നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ രസതന്ത്രം പ്രൊഫസർ പി.വി. കുൽക്കർണിയാണ് സിബിഐ അറസ്റ്റ് ചെയ്തത്. എൻടിഎക്ക് വേണ്ടി പരീക്ഷാ പ്രക്രിയയുടെ ഭാഗമായ ആളാണ് കുൽക്കർണി. ഈ ബന്ധം ഉപയോഗിച്ചാണ് ചോദ്യപേപ്പർ ചോർത്തിയത്. ഡി ധനസുമോദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ധനസുമോദ്, കുറ്റകൃത്യത്തിന്റെ പ്രധാന സൂത്രധാരനാണ്. എങ്ങനെയായിരുന്നു ഇയാൾ ഈ കുറ്റകൃത്യം നടത്തിയത്? ഇനി കൂടുതൽ പേർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ? സിബിഐക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? എൻഡിഎയുടെ പരീക്ഷാ നടത്തിപ്പിലെ അടിമുടി പാളിച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പരീക്ഷ നടത്തിപ്പിന്റെ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആള് തന്നെയായിരുന്നു ഈ സൂത്രധാരൻ കുൽക്കർണി. ഔദ്യോഗിക പദവി ഇയാൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ചോദ്യപേപ്പർ ചോർത്താൻ ഇയാൾക്ക് സാധിച്ചു. ഇയാള് കെമിസ്ട്രി പ്രൊഫസറാണ്. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം കുൽക്കർണി സ്വന്തം വസതിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. ഈ ക്ലാസുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ ഇയാൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മാത്രമല്ല, നോട്ട്ബുക്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോണോ മറ്റു ഉപകരണങ്ങളോ ഇയാള് ഈ കോച്ചിംഗ് സെന്ററിലേക്ക് കടത്തിയിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ സിബിഐ അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നീട് നടന്ന യഥാർത്ഥ പരീക്ഷയിലെ ചോദ്യപേപ്പറുമായി ഒത്തുപോകുന്നതാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. വെറുമൊരു പ്രാദേശിക ചോദ്യപേപ്പർ ചോർച്ച എന്നതിനപ്പുറം ഒരു അന്തർദേശീയ ബന്ധമുള്ള ഒരു വലിയ മാഫിയയുടെ സഹായത്തോടുകൂടിയാണ് കുൽക്കർണി ഇതിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരീക്ഷാർത്ഥികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് പേപ്പർ മുൻകൂട്ടി നൽകുന്നതിനായി ഇയാൾ ഈടാക്കിയെന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, വലിയ മാഫിയയുടെ ഒരു കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായ മുഖ്യ സൂത്രധാരൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം ഇയാൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കോച്ചിംഗ് നൽകുകയും ചെയ്തിരുന്നു. ഡി ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.